മനസ്സിലേറ്റ മുറിവുകൾ കാലം മായ്ക്കുമെന്ന് പറയാറുണ്ട്. എന്നാൽ ചിലർക്ക് കാലം നൽകുന്നത് ഉണങ്ങാത്ത മുറിവുകളാണ്. വാണിക്ക് അവളുടെ വിവാഹ ദിവസം കേവലം ഒരു തീയതിയായിരുന്നില്ല, മറിച്ച് അവളുടെ സ്വപ്നങ്ങളുടെ അന്ത്യമായിരുന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ചവൻ പന്തലിൽ അവളെ തനിച്ചാക്കി പോയപ്പോൾ വാണിയുടെ ലോകം നിശ്ചലമായി. ഈ നിശബ്ദതയിലേക്കാണ് കൃഷ് കടന്നുവരുന്നത്. യാദൃശ്ചികമായാണ് കൃഷിന് വാണിയുടെ ഡയറി ലഭിക്കുന്നത്. ആ ഡയറിയിലെ വരികൾ വെറും വാക്കുകളായിരുന്നില്ല, അത് വാണിയുടെ വിങ്ങുന്ന ഹൃദയത്തിന്റെ താളമായിരുന്നു. വരികൾക്കിടയിലെ പ്രണയവും നൊമ്പരവും കൃഷിനെ വല്ലാതെ ആകർഷിച്ചു. ഒരു സംഗീതജ്ഞനായ കൃഷ് ആ വരികൾക്ക് ഈണം നൽകി. തന്റെ ശബ്ദത്തിലൂടെ ആ കവിതയെ അവനൊരു മനോഹര ഗാനമാക്കി മാറ്റി. ആ പാട്ട് അവരെ തമ്മിൽ അടുപ്പിച്ചു. കൃഷിന്റെ സംഗീതം വാണിയുടെ മുറിവുകൾക്ക് മരുന്നായി. അവർ പ്രണയത്തിലായി. കൃഷ് ആ പാട്ടിലൂടെ ഒരു വലിയ ഗായകനായി വളർന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അവന്റെ ലോകം വാണി മാത്രമായിരുന്നു. എന്നാൽ വിധി വീണ്ടും അവരെ പരീക്ഷിച്ചു. അൽഷീമേഴ്സ് എന്ന മറവിയുടെ രോഗം വാണിയെ തളർത്താൻ തുടങ്ങി. പ്രിയപ്പെട്ട മുഖങ്ങളും ഓർമ്മകളും ഓരോന്നായി അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അവളുടെ അവസ്ഥ മോശമായതോടെ കൃഷ് അവളെയും കൊണ്ട് മനാലിയിലെ മഞ്ഞു പുതച്ച താഴ്വരകളിലേക്ക് തിരിച്ചു. നടുക്കത്തോടെ ആ സത്യം തിരിച്ചറിഞ്ഞു. വാണിക്ക് അവനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. തന്നെ പാട്ടുപാടി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന തന്റെ പ്രിയപ്പെട്ടവനെ അവൾ ഒരു അപരിചിതനെപ്പോലെ നോക്കി നിന്നു. കൃഷ് തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തത് പ്രണയത്തിന് കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. ഓരോ ദിവസവും അവൻ അവൾക്കായി പാടി. അവർ ഒന്നിച്ചു നടന്ന വഴികളിലൂടെ അവളെ കൂട്ടിക്കൊണ്ടുപോയി. ഡയറിയിലെ അതേ വരികൾ, അതേ സംഗീതം. അവൻ വീണ്ടും വീണ്ടും അങ്ങനെ അവൾക്ക് ഓർമ്മകളൊക്കെ വന്നു. അവർ രണ്ടുപേരും ഒന്നിക്കുന്നു.